ചെറിയ ചില ട്രിക്കുകളിലൂടെ നിങ്ങളുടെ വാഹനം ലിറ്ററിന് 2-3 കിലോമീറ്റർ കൂടുതൽ ഓടാൻ തുടങ്ങിയാലോ, അതും എല്ലാ ദിവസവും. ഒരു വർഷം കൊണ്ട് ആയിരക്കണക്കിന് രൂപ ലാഭിക്കാം. ഇതെങ്ങനെ സാധ്യമാകും എന്ന് നോക്കിയാലോ. ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഡ്രൈവിംഗ് ശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഈ പറഞ്ഞ കാര്യം സാധ്യമാകും. ആദ്യം ഒരു വാഹനത്തിൽ ഇന്ധനം എന്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പെട്ടെന്ന് വേഗത കൂട്ടുകയും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴും, വേഗതയിൽ ഫ്ലക്ച്വേഷൻസ് ഉള്ളപ്പോഴും, ടയറുകളിൽ ആവശ്യത്തിന് എയർ ഇല്ലാത്തപ്പോഴും, അനാവശ്യ ഭാരം വഹിക്കുമ്പോഴും, വാഹനം നിശ്ചലമായിരിക്കുമ്പോൾ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുമ്പോഴുമാണ് വാഹനം അധിക ഇന്ധനം ഉപയോഗിക്കുന്നത്. ഈ കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും മൈലേജ് നന്നായി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് സുഗമമായി വേഗത കൂട്ടുകയും സഡൻ ബ്രേക്കിംഗ് കുറയ്ക്കുകയും ചെയ്യുന്നതിലാണ്. പെട്ടെന്ന് വേഗത കൂട്ടുന്നത് ഇന്ധനം നഷ്ടപ്പെടുന്നതിൽ ഒരു പ്രധാന കാരണമാണ്. നിങ്ങൾ പെട്ടെന്ന് ആക്സിലേറ്റർ അമർത്തുമ്പോൾ വേഗത ലഭിക്കാൻ എഞ്ചിൻ കൂടുതൽ ഇന്ധനം കത്തിക്കുന്നുണ്ട്. വേഗത കൂട്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് ഇന്ധനം ബ്രേക്കുകളിൽ ചൂടായി നഷ്ടപ്പെടുന്നുണ്ട്. വേഗത സുഗമമായി വർദ്ധിപ്പിക്കുക. ട്രാഫിക് അനുവദിക്കുന്നിടത്തോളം സ്ഥിരമായ വേഗത നിലനിർത്തുക. ചുവപ്പ് സിഗ്നലോ ട്രാഫിക്കോ കാണുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതിന് പകരം നേരത്തെ തന്നെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് വേഗത കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ഇന്ധനം ലാഭിക്കുക മാത്രമല്ല, യാത്ര കൂടുതൽ സുഖകരമാക്കുകയും ടയറുകളുടെയും ബ്രേക്കുകളുടെയും തേയ്മാനം കുറയ്ക്കുകയും ചെയ്യും. ചില സാഹചര്യങ്ങളിൽ ഇതൊന്നും സാധ്യമാവില്ല. പെട്ടെന്ന് വേഗത കൂട്ടുകയും കുറയ്ക്കുകയും സഡൻ ബ്രേക്ക് ഇടേണ്ടിയും ഒക്കെ വന്നേക്കും. അത്തരം സാഹചര്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അത്തരം സിറ്റുവേഷൻസ് കോമൺ സെൻസോട് കൂടി തന്നെ നേരിടണം. അല്ലാതെ സാധാരണ രീതിയിൽ വണ്ടി ഓടിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഈ കാര്യങ്ങൾ ചെയ്ത് ശീലിക്കേണ്ടത്. അതുപോലെ കാര്യക്ഷമമായ വേഗത നിലനിർത്തുക എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ വാഹനത്തിനും ഏറ്റവും മികച്ച മൈലേജ് നൽകുന്ന ഒരു വേഗതയുണ്ട്. ഇതനുസരിച്ച് വണ്ടി ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശരിയായ ഗിയറുകൾ ഉപയോഗിക്കുക എന്നതും ഇക്കൂട്ടത്തിൽ പെടുന്ന കാര്യമാണ്. മാനുവൽ വാഹനങ്ങൾ തെറ്റായ ഗിയറിൽ ഓടിക്കുന്നത് എഞ്ചിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അധിക ഇന്ധനം ഉപയോഗിക്കുകയും ചെയ്യും. നിങ്ങളുടെ വേഗതയ്ക്ക് ഗിയർ വളരെ കുറവാണെങ്കിൽ എഞ്ചിൻ അമിതമായി കറങ്ങും. വളരെ കുറഞ്ഞ വേഗതയിൽ ഗിയർ വളരെ കൂടുതലാണെങ്കിലും എഞ്ചിൻ വലിയും. ഇവ രണ്ടും ഫ്യൂവൽ നഷ്ടപ്പെടുത്തുകയും കാലക്രമേണ എഞ്ചിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും. മാനുവൽ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ എഞ്ചിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നിങ്ങളുടെ വേഗത കൂടുന്നതിനനുസരിച്ച് ഗിയർ മാറുക. അതുപോലെ ക്ലച്ച് ചവിട്ടിപ്പിടിച്ച് ഓടിക്കുന്നതും ഒഴിവാക്കുക. ഒപ്പം എഞ്ചിന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. അനാവശ്യമായി എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് നിർത്തുന്നത് ഒഴിവാക്കുകയാണ് ഇതിനൊപ്പം ചെയ്യേണ്ടത്. പലരും ആരെങ്കിലും വരാൻ കാത്തിരിക്കുമ്പോഴോ, ലോങ് സിഗ്നലുകളിൽ നിർത്തുമ്പോഴോ, അല്ലെങ്കിൽ പാർക്ക് ചെയ്ത് AC ഉപയോഗിക്കുമ്പോഴോ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് നിർത്താറുണ്ട്. നിശ്ചലമായിരിക്കുമ്പോൾ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് ഫ്യൂവൽ കത്തിക്കുകയും 0 km/ലിറ്റർ മൈലേജ് നൽകുകയും ചെയ്യും. നിങ്ങൾ ഏകദേശം 30 മുതൽ 60 സെക്കൻഡിൽ കൂടുതൽ നിർത്തുകയാണെങ്കിൽ എഞ്ചിൻ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. എഞ്ചിനും AC-യും ഓണാക്കി ദീർഘനേരം കാത്തു നിൽക്കുന്നത് ഒഴിവാക്കുക. തണലിൽ പാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്ലാസ് താഴ്ത്തിയിടുകയോ ചെയ്യുന്നത് ശീലമാക്കാവുന്നതാണ്. ഇനി ടയർ പ്രഷർ കൃത്യമായി പരിശോധിക്കുകയും വേണം. ടയറുകളിൽ എയർ കുറവാണെങ്കിൽ വാഹനത്തെ ചലിപ്പിക്കാൻ എഞ്ചിന് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഇത് നേരിട്ട് മൈലേജ് കുറയ്ക്കും. ചെറിയ വ്യത്യാസം പോലും ഇന്ധന ഉപയോഗത്തെ ബാധിക്കും. ഇത് പരിഹരിക്കാൻ ടയർ പ്രഷർ കുറഞ്ഞത് എല്ലാ 2-3 ആഴ്ചകളിലും അല്ലെങ്കിൽ കമ്പനി പറയുന്നതനുസരിച്ചുള്ള ടൈം ഗ്യാപ്പിലും പരിശോധിക്കുക. സ്പെയർ ടയറും മറക്കരുത്. കൃത്യമായി എയറുകളുള്ള ടയറുകൾ ഇന്ധനം ലാഭിക്കുക മാത്രമല്ല, ടയറിന്റെ ആയുസ്സും വർദ്ധിപ്പിക്കുകയും ചെയ്യും, സുരക്ഷിതവുമാണ്. അധിക ഭാരവും ഡ്രാഗും കുറയ്ക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അനാവശ്യ ഭാരം വഹിക്കുന്നത് നിങ്ങളുടെ എഞ്ചിൻ എപ്പോഴും അധിക ഭാരം വലിക്കുന്നതിന് തുല്യമാണ്. ബൂട്ടിലോ പിൻസീറ്റിലോ വെറുതെ കിടക്കുന്ന വസ്തുക്കൾക്ക് പോലും ഇന്ധനക്ഷമത കുറയ്ക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ദിവസവും ആവശ്യമില്ലാത്ത വസ്തുക്കൾ നീക്കം ചെയ്യുകയും റൂഫ് കാരിയറുകളോ റാക്കുകളോ പതിവായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളിൽ ശ്രദ്ധ കാണിച്ചാൽ നിങ്ങളുടെ മൈലേജ് മെച്ചപ്പെടുത്താനും പ്രതിമാസ ഇന്ധന ബിൽ കുറയ്ക്കാനും സാധിക്കും. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ സാമ്പത്തികാവസ്ഥയ്ക്ക് മാത്രമല്ല, വാഹനത്തിനും പരിസ്ഥിതിക്കും നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.